ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു തടിയുടെ മോഡലിലുള്ള ഒരു സിമൻറ്റ് ചെടിച്ചട്ടിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പം സിമൻറ്റ് ഒന്നും മണൽ ഒന്നും എന്നുള്ള അളവിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം സിമൻറ്റ് ഒന്നും മണൽ രണ്ടായിരുന്നാലും ചേർക്കാം. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും സിമൻറ്റ് ഒന്നും മണൽ ഒന്നും എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇഞ്ച് കനത്തിന് നമുക്ക് തറയിൽ എവിടെയെങ്കിലും ഒന്ന് റൗണ്ട് ഷേപ്പിൽ സിമൻറ്റ് കുറച്ച് കോരിയിടാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ഹോള് ഇടാൻ വേണ്ടി ഒരു കുപ്പിയുടെ അടപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മോൾഡാണ്. അപ്പോൾ മോൾഡിന് പകരം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് മണ്ണ്, നല്ല നൈസായിട്ടുള്ള മണ്ണ്, വലിയ തരിയൊന്നുമില്ലാത്ത കുറച്ച് മണ്ണ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ബക്കറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്കതിൽ ആവശ്യത്തിനുള്ള പൊക്കം വയ്ക്കാം. അപ്പോൾ ഞാൻ ബക്കറ്റിൻ്റെ പൊക്കം വയ്ക്കുന്നില്ല, കുറച്ച് പൊക്കം മാത്രമേ വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊക്കത്തിന് മോൾഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സിമൻറ്റ് മണലും കൂടെ നല്ല ലൂസിന് തന്നെ വെള്ളം തിരിച്ച് ചേർത്തിട്ട് നമുക്ക് മോൾഡിന് മുകളിലോട്ട് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ കോരി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് കരണ്ടി കൊണ്ട് തന്നെ എല്ലാ സൈഡിലും കൂടെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം. അപ്പം തേച്ച് പിടിപ്പിക്കുമ്പം നമുക്ക് ഉണങ്ങുന്നതിനനുസരിച്ച് ഏകദേശം മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് 1 ഇഞ്ച് കനം വരണം. മോൾഡിന് ചുറ്റാതെ 1 ഇഞ്ച് കനം വരത്തക്ക രീതിയിൽ നല്ലവണ്ണം കരണ്ടി കൊണ്ട് തേച്ച് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പം വെയിറ്റ് ചെയ്ത് നമ്മൾ കുറേശ്ശെ കോരി ഒഴിച്ച് ഏകദേശം റൗണ്ട് ഷേപ്പിൽ ചുറ്റാതെ 1 ഇഞ്ച് കനം കറക്റ്റായി കിട്ടത്തക്ക രീതിയിൽ തേച്ചെടുക്കാം. അപ്പോൾ തേച്ചെടുക്കുമ്പം വലിയ വൃത്തിയൊന്നും വേണ്ട, ഏകദേശം ഒരു റൗണ്ട് രൂപത്തിൽ കിട്ടിയാൽ മതി. നമുക്കൊരു തടിയുടെ ഒരു മോഡലിലുള്ള ഒരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം വലിയ റൗണ്ട് ഷേപ്പ്, കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ലെങ്കിലും വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ റൗണ്ട് ഷേപ്പിന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡിൽ നമ്മൾ ഏകദേശം 1 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിലാണ് തേച്ച് പിടിപ്പിച്ചത്. എന്നിട്ട് ആ 1 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് എല്ലാ സൈഡിലും ഒരു ബ്രഷ് കൊണ്ട് നല്ലവണ്ണം ബ്രഷ് ചെയ്ത് ആ തടുപ്പൊക്കെ ഒന്ന് മാറ്റി കളയാം. ഇനി അടുത്ത സ്റ്റെപ്പ് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ കത്തിയോ അല്ലെങ്കിൽ നല്ല മുനയുള്ള എന്തെങ്കിലും കമ്പിത്തുണ്ടോ എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം അതിന് പുറത്തൂടെ തടിയുടെ രൂപത്തിൽ നല്ലവണ്ണം ചെറിയ നൈസ് വരകൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയ വരകളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് ഏകദേശം തടിയുടെ ഒരു ലുക്കിന് നമുക്കതിനെ വലിയ ചെറിയ പീസുകളായിട്ട് നല്ലവണ്ണം കുഴിച്ച് കട്ട് ചെയ്ത് വീഡിയോയിൽ കാണും കണക്ക് തന്നെ വലിയ വരകൾ ഇട്ട് കൊടുക്കുക.
വലിയ വരകളെല്ലാം നല്ലോണം കുഴിച്ച് തന്നെ ഇടാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് നമുക്ക് തടിയുടെ ഒരു ചെറിയ പീസും കൂടെ വയ്ക്കാറുണ്ട്. അപ്പം അത് നമുക്ക് ഏത് സൈഡിൽ വേണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സൈഡിൽ വയ്ക്കാം. അവിടെ ഒരു റൗണ്ട് ഷേപ്പിൽ കുറച്ച് സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിനെയും കൂടെ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് ചെറിയൊരു തടിയുടെ ആകൃതിയിൽ തന്നെ തടിയുടെയൊക്കെ മുട്ടുഭാഗം അല്ലെങ്കിൽ ഒടിഞ്ഞു പോയ ആ ഒരു ഭാഗത്തിൻ്റെ ലുക്ക് വരാൻ വേണ്ടി അതിനെ ഒന്ന് അതേ കണക്ക് മാർക്ക് ചെയ്തെടുക്കുക. മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് വൃത്തിയാക്കി തന്നെ എടുക്കുക. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. ഏകദേശം കട്ടിക്ക് കൈ കൊണ്ട് നമുക്ക് കോരിയെടുക്കണം. അപ്പം കൈ കൊണ്ട് ചെറിയതായിട്ട് മഷ്റൂമിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ഏതെല്ലാം സൈഡിൽ വേണോ അവിടെയെല്ലാം ചെറുതായിട്ട് കോരി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയ ചെടിച്ചട്ടി. ഇനി ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മഷ്റൂമിൻ്റെ അകസൈഡിലൊക്കെ വൃത്തിയാക്കാനുള്ളതൊക്കെ നല്ല ചെറിയ കരണ്ടി ഉപയോഗിച്ച് ഒന്ന് നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കുക. ആ തടുപ്പൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് അതിൽ ചെറുതായിട്ട് ആ എൻഡ് ഭാഗങ്ങളിലൊക്കെ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 ദിവസവും കൂടെ നല്ലോണം നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മഷ്റൂമൊക്കെ നല്ലവണ്ണം വൃത്തിയാക്കി എടുത്ത് അതിൻ്റെ എഡ്ജ് ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് വരകളൊക്കെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തടിയുടെ പീസിൻ്റെ ആ ലുക്ക് കിട്ടാൻ വേണ്ടി ആ വരച്ചിരിക്കുന്ന വരകളൊക്കെ നല്ല കുഴിച്ച് നല്ലവണ്ണം കരണ്ടി കൊണ്ട് താഴ്ത്തി തന്നെ വരച്ചെടുക്കാം. നമുക്ക് ആ ആവശ്യത്തിന് എത്ര താഴ്ച വേണം ആ ഒരു താഴ്ചയ്ക്ക് നല്ലവണ്ണം കുഴിച്ച് വരച്ചെടുക്കുക എല്ലാ സൈഡിലും. അപ്പോൾ ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ അടി സൈഡിൽ വെച്ചിരിക്കുന്ന കുപ്പിയുടെ അടപ്പെടുത്ത് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് അടപ്പെടുത്ത് മാറ്റാം. അപ്പോൾ ചെടിച്ചട്ടിയുടെ അടി സൈഡിലുള്ള കറക്റ്റ് ഹോളും നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 3 ദിവസമായിട്ടുണ്ട്. നല്ലവണ്ണം നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന മോൾഡിന് പകരം വെച്ചിരിക്കുന്ന ആ മണ്ണും അതെല്ലാം കോരി മാറ്റാം. കോരി മാറ്റിയിട്ട് അക സൈഡൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഏകദേശം ഒരു ദിവസം നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളറാണ്. അപ്പം ഫസ്റ്റ് കോട്ട് ആക്രിലിക്കിൻ്റെ ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് തടിയുടെ കളർ ഇവിടെ ഞാൻ കൊടുക്കാൻ എടുത്തേക്കുന്നത് യെല്ലോയാണ്. അപ്പോൾ യെല്ലോ ചെറുതായിട്ട് ഓട്ടിച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നല്ല കട്ടിക്ക് അടിച്ചു കൊടുക്കേണ്ട. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് ഇനി അടുത്ത മഷ്റൂം അതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ റെഡാണ് മൊത്തം കൊടുക്കുന്നത്. റെഡ് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് ഭാഗം മാത്രം ആക്രിലിക്കിൻ്റെ എല്ലാം കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.